നമസ്തേ. മലപ്പുറത്തെ മഹാക്ഷേത്രം എവിടെ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന് എന്തു പറ്റി? ഇതൊന്നും ആരും ചോദിക്കരുത്. കാരണം ജിഹാദി ഭരണമുള്ള മതേതര കേരളത്തിൽ അത്തരം വർഗീയ ചോദ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വർഗീയ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പേടിയും ഇല്ലാത്തതിനാൽ അത് ചോദിക്കാനും പറയാനും ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ആദ്യമായി മസ്ജിദ് ഇരിക്കുന്ന സ്ഥലത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ച ഒരു ഹിന്ദു വിഭാഗം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. മുൻപ് ഇത് കേട്ടിട്ടുള്ളത് അയോധ്യ, കാശി, മഥുര എന്നീ സ്ഥലങ്ങളിലാണ്. എന്നാൽ ഇപ്പോൾ സമാനമായിട്ടുള്ള ഈ ഒരു അവകാശവാദം കേരളത്തിലും എത്തിയിരിക്കുന്നു. സംഭവം മറ്റെങ്ങുമല്ല, മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന ശിവക്ഷേത്രം കാണാതായിരിക്കുന്നു. പകരം ഇപ്പോൾ അവിടെ ക്ഷേത്രം പൂർണ്ണമായി നീക്കം ചെയ്ത് ഒരു മുസ്ലിം പള്ളി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനി താലൂക്കിലെ മാറഞ്ചേരി വില്ലേജിലെ കാഞ്ഞിരമുക്കിൽ സ്ഥിതി ചെയ്തിരുന്ന കാഞ്ഞിരമുക്ക് തളി മഹാക്ഷേത്രം പൊളിച്ചാണ് മുസ്ലിം പള്ളി ആയി അത് രൂപം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അതിനോടനുബന്ധിച്ച് നിരവധി മുറികളോട് കൂടി ഒരു ഇരുനില കെട്ടിടത്തിൽ ഒരു മതപരിവർത്തന കേന്ദ്രം കൂടി അവിടെ ഉയർന്നു കഴിഞ്ഞു എന്നതാണ്. വർഷങ്ങളായി ഇവിടെ പൂജകൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു എന്നും 2002 വരെ ഇവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും താനൊരു പ്രൊജക്ടിന്റെ ഭാഗമായി 1999 ആ ക്ഷേത്രഭൂമിയിൽ എത്തിയപ്പോൾ അന്ന് അതവിടെ ഉണ്ടായിരുന്നു എന്നും ഇന്ന് ആ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ട അത് ഒരു മുസ്ലിം വിഭാഗം കീഴ്പ്പെടുത്തി അവിടെ പള്ളി പണിയുകയാണ് എന്നുമാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ക്ഷേത്ര ചരിത്രകാരനുമായ തിരൂർ ദിനേശ് പറഞ്ഞത്. 1996 കാലഘട്ടത്തിലാണ് ഞാൻ പൊന്നാനി കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയിൽ പോകുന്നത്. അത് പൊന്നാനിയിൽ നിന്ന് തന്നെ ചിലർ എന്നെ വിളിച്ച് അവിടെ തളി മഹാദേവ ക്ഷേത്ര ഭൂമിയിൽ പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ ആ ക്ഷേത്രം പൊളിച്ചു നീക്കി അവിടെ ഒരു പള്ളി പണിയാൻ ശ്രമിക്കുന്നു എന്നാണ് അവരെന്നെ ആദ്യം അറിയിച്ചത്. തകർന്ന ക്ഷേത്രങ്ങളുടെ റിസർച്ച് തുടങ്ങാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഞാൻ ആ ക്ഷേത്ര ഭൂമിയിൽ പോയി അവിടെ ചെന്ന സമയത്ത് വളരെ രഹസ്യമായ രീതിയിലായിരുന്നു അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ചുറ്റുഭാഗവും ഓല കൊണ്ട് മറച്ച് ആളുകൾക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാത്ത രീതിയിലായി ഓല വെച്ച് മറച്ച ഒരു രീതിയിലായിരുന്നു. അതിൻ്റെ ഉൾവശത്ത് എന്താണെന്ന് പുറമേയുള്ള ആളുകൾക്ക് കാണില്ല. പിന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിനിടയിലൂടെ ഉള്ളിലേക്ക് കയറി ചെന്നു. അപ്പോൾ അതിനകത്തേക്ക് അപ്പുറത്തേക്ക് ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അമ്പലപ്പറമ്പിലൂടെ തന്നെ അടുത്ത പ്രദേശങ്ങളിലേക്ക് അടുത്ത വീടുകളിലൊക്കെ ആളുകൾ നടന്നു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 ആളുകൾ നടന്നു വരുന്നു കാണുകയും ചെയ്തു. ഞാനവിടെ വന്ന് കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുന്നിൻ പ്രദേശമാണ്. അതിന് കുറേ ഭാഗം JCB ഉപയോഗിച്ച് അതിൻ്റെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു പണിമുടക്കിയ ഒരു JCB ഞാൻ അവിടെ കണ്ടു. അവിടെ തന്നെ 2 ബലിക്കല്ല് തകർന്നു കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ സപ്തമാതൃക്കളുടെ ഒരു ശില്പം ഞാൻ അവിടെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇത് മണ്ണെടുത്ത് ഇന്നെന്താ ഒന്ന് ജോലി ചെയ്യാത്തത്? അത് വേറൊരു കാര്യം കൂടെ ഞാൻ അവിടെ കണ്ടു. അവിടെ അന്ന് കശാപ്പ് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു 2 വലിയ എല്ലുകൾ, ഒരു മൃഗത്തിൻ്റെ ഏതോ മൃഗത്തിൻ്റെ എല്ലുകൾ വലിച്ചെറിഞ്ഞ രീതിയിൽ. അപ്പം ഞാൻ കൂടെയുള്ളവർ ചോദിച്ചു ഇത് എന്താണ് ഇങ്ങനെ ഈ എല്ലിവിടെ ഇങ്ങനെ കിടക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ ഈ ക്ഷേത്രഭൂമിയിൽ ഈ രീതിയിൽ ഈ എല്ല് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. അപ്പം അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടത്തെ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ JCBയിൽ പാമ്പിൻ്റെ ഒരു കൂട്ടത്തിനെ അത്ര ഒരു കൈക്കുടന്നയിൽ എടുത്തത്. അപ്പം അതിനൊരു പാമ്പ് വന്ന് ഡ്രൈവറെ കടിച്ചു എന്നും പിന്നെ ഭയപ്പെട്ട് പിന്നെ ആ പണി നിർത്തിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് മടങ്ങി. അവിടെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ ആരും എന്നോട് പറഞ്ഞതുമില്ല. ഞാനത് എൻ്റെ പിന്നാൽ പോകാനും ശ്രമിച്ചില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു നിമിത്തം
96 ഞാൻ ആ ക്ഷേത്രഭൂമി സന്ദർശിച്ചപ്പോഴാണ്. പിന്നീടാണ് 5 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ ക്ഷേത്രങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയൊക്കെ തുടങ്ങിയത്. 2024 ജനുവരി 3-ാം തീയതിയോ 4-ാം തീയതിയോ മറ്റോ ആണ് പൊന്നാനിയിൽ നിന്ന് ഒരു കുട്ടി വീണ്ടും വിളിച്ചു. ഞങ്ങളുടെ നാട്ടിലെ ഒരു തളിയിട്ട് മഹാദേവ ക്ഷേത്രമുണ്ട്, അത് പൊളിച്ചു നീക്കിയിട്ട് പൊന്നാനി മൗലത്തിൽ ഇസ്ലാം സഭ അവിടെ പള്ളി പണിയുന്നു, ഇവിടെ വന്ന് ഒന്ന് കാണണം എന്നവർ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് 96-ലെ ഞാൻ യാത്ര ചെയ്ത ആ സംഭവം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രഭൂമി, ഇതിൽ 96-ൽ ഞാൻ വന്നിരുന്നു, ആ ക്ഷേത്രമൊക്കെ പൊളിച്ചു പോയോ? അപ്പോൾ നിങ്ങൾ വരും, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ജനുവരി 10-ാം തീയതിയാണ് ഞാൻ ഈ ക്ഷേത്രഭൂമിയിൽ എത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നേരത്തെ ഇതൊരു കുന്നിൻ പ്രദേശമായിരുന്നു. ആ കുന്നിൻ പ്രദേശത്തു നിന്നാണ് മണ്ണെല്ലാം നീക്കം ചെയ്തിരുന്നത്. അന്ന് ഞാൻ അവിടെ ഒരു ക്ഷേത്രം കണ്ടിരുന്നു. അത് ഈ മണ്ണ് നീക്കം ചെയ്തതിനും മുകളിലായിട്ട് കാട് മൂടിയ നിലയിലായിരുന്നു ആ ക്ഷേത്രം. അത് ചെങ്കല്ലിൻ്റെ പടവിലുള്ളൊരു ക്ഷേത്രമായിരുന്നു. അതിന് മറ്റ് കൃത്യമായിട്ട് ആ കാട് വെട്ടിത്തെളിയിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പോകാനും ഞാൻ അതിന് ശ്രമിച്ചില്ല അന്ന്. പക്ഷെ അവിടെ ഒരു ക്ഷേത്രം ഞാൻ വ്യക്തമായിട്ടും കാണുകയുണ്ടായി. ജനുവരി 10-ാം തീയതി ഞാൻ ചെന്നപ്പോൾ ആ ക്ഷേത്രം അവിടെ ഇല്ല. മാത്രമല്ല മണ്ണ് തന്നെ ഇല്ല, കുന്ന് തന്നെ ഇല്ല. കുന്നെല്ലാം ഇടിച്ച് നിരപ്പാക്കി അതിൻ്റെ മണ്ണ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് എന്ന് അവിടെയുള്ള ആളുകളൊക്കെ കണ്ടു, പറഞ്ഞു. ഞാനത് വീഡിയോ ഒക്കെ ചെയ്തു വെച്ചു. പിന്നീട് ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചു. രേഖകളെല്ലാം എനിക്ക് കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ നികുതി കെട്ടാൻ പാടില്ലാത്ത ഭൂമിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ്, മല്ലിശ്ശേരി മനയുടെയാണ്, കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെയാണ്. ഗുരുവായൂർ ദേവസ്വം ഊരാളന്മാരായ മല്ലിശ്ശേരി തിരുവേനിയും അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരി രാജയുമാണ് ഈ രേഖകളിൽ ഉടമസ്ഥരായിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെയാണെങ്കിൽ ഇത് നികുതി കെട്ടാൻ പാടില്ലാത്ത ഭൂമിയാണെന്നും കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമി 1956-ൽ വഖഫ് ചെയ്തിരിക്കുന്നു. ക്ഷേത്രഭൂമി എങ്ങനെയാണ് വഖഫ് ചെയ്യാൻ സാധിക്കുക? കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് എന്നോ മറ്റോ പറയുന്ന ഒരു മതാധ്യാപകനാണ് തനിക്ക് മറ്റൊരാളിൽ നിന്നും ജന്മത്തീര് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഈ ക്ഷേത്രഭൂമി പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് കൊടുക്കുന്നത്. മൗനത്തിൽ ഇസ്ലാം സഭയാകട്ടെ എത്രയോ കാലം, ദീർഘകാലം ഇത് നിശബ്ദമാക്കി വെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ആരും ഇതിന് എതിരായിട്ടൊന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ രീതിയിലൊക്കെ അവിടെ പള്ളി പണിയാനും മറ്റും ശ്രമിക്കുകയല്ല, പള്ളി പണിതുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്കൂളിൻ്റെ ഒരു കെട്ടിടവും നിർമ്മിക്കുന്നുണ്ട്. നേരത്തെ ഒരു സ്കൂൾ അവിടെ പ്രവർത്തിച്ചിരുന്നു അത്രേ. ഏതായാലും വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് പൊന്നാനിയിലെ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമി നീക്കം ചെയ്ത് അവിടെ പള്ളി പണിയുന്ന കാര്യം. മലപ്പുറം ജില്ലയിലാണിത്. അപ്പോൾ വളരെ ഭയത്തോടുകൂടെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ കാണേണ്ടത്. ഇത് വളരെ നല്ല രീതിയിലൊരു തീരുമാനത്തിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ ഏത് രീതിയിൽ വരും എന്നറിയില്ല. ഏതായാലും ഗുരുതരാവസ്ഥയിലാണ്. ഇതേപോലെ തന്നെ മറ്റൊരു ക്ഷേത്രഭൂമിയിലും, തിരൂർ താലൂക്കിലാണത്, മറ്റൊരു ക്ഷേത്രഭൂമിയിലും ഒരു അയ്യപ്പൻ കാവിൽ നികുതി കെട്ടാൻ പാടില്ലാത്ത ഭൂമിയില്ല. അവിടെയും ഇപ്പോൾ ഒരു പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് ഗൗരവമായൊരു വിഷയമാണ്. കോടതികളുടെ മുന്നിൽ പൊന്നാനിയിലെ ആ ക്ഷേത്ര പ്രശ്നം വന്നിട്ടുണ്ട്. അത് അവരുടെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. വളരെ ഭയം തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ. ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന ഒരു ഭീതി ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2.25 ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ളം അതിലൂടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രത്തിൽ ഉപദൈവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഇതിന് കിഴക്ക് വടക്ക് തളി ക്ഷേത്രക്കുളവുമുണ്ട്. ഗുരുവായൂർ ദേവസ്വവും കോഴിക്കോട് സാമൂതിരി രാജയും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഇവിടെ ഊരാളന്മാർ. ഇപ്പോൾ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടിരിക്കുന്നു. കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് എന്ന മതാധ്യാപകൻ ക്ഷേത്രഭൂമി തന്റേതാണെന്ന രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് ഒഖഫ് ചെയ്തു അത്രേ. 1958 ജനുവരി 25-ന് ഒഖഫ് ചെയ്തു കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൗനത്തുൽ ഇസ്ലാം സഭയാണ് ഇപ്പോൾ അവിടെ പള്ളി പണിയുന്നത്. ഈ ക്ഷേത്രഭൂമി വീണ്ടെടുക്കാൻ രൂപീകരിച്ച ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ക്ഷേത്രഭൂമി സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ 2024 ജനുവരി 10-ന് ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ആ ക്ഷേത്രം ഉണ്ടായിരുന്നിടത്ത് പള്ളിയുടെ നിർമ്മാണം അവർ കണ്ടത്.
ക്ഷേത്രം കണ്ട ധാരാളം ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. രേഖകളിലൊക്കെ ഇത് തളി അമ്പലപ്പറമ്പ് എന്നാണ് ഇപ്പോഴും ഉള്ളത് എന്നോർക്കണം. നികുതി ഒഴിവാക്കിയ ക്ഷേത്രഭൂമിയാണ് ഇത്. വെറും കള്ളരേഖയാണ് അവരുടെ പക്കൽ ഉള്ളത് എന്ന് വ്യക്തം. ദീർഘകാലം അവർ അത് നിശബ്ദമാക്കി വച്ചതിന് ശേഷമാണ് ഇപ്പോൾ അത് പൊളിച്ച് പള്ളി പണിയാൻ തുടങ്ങിയിരിക്കുന്നത്. 1999 ഈ ക്ഷേത്രഭൂമി തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ലായിരുന്നു, പൂജ മുടങ്ങിയ ഒരു ക്ഷേത്രം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഒരു മതപരിവർത്തന കേന്ദ്രം കൂടി, അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള ഒരു കേന്ദ്രം കൂടി പണിയുകയാണ് എന്നും കേൾക്കുന്നുണ്ട്. ക്ഷേത്രാവശിഷ്ടങ്ങളൊക്കെ പാടെ കുഴിച്ചുമൂടി. മലപ്പുറത്തെ മതേതരത്തിന്റെ മഹനീയ മുഖമാണിത്. എന്തായാലും കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കുന്നതിനായി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച ഭക്തജനങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്നോർത്ത് വേദനാജനകമായ ഭീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാം തന്നെ. അവിടെയുള്ള ഹിന്ദുക്കളല്ല, നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഹിന്ദുക്കളെല്ലാം തന്നെ എന്ന് പറയാം. ജിഹാദികളെ, നിങ്ങളോടൊരു വാക്ക്, ഹിന്ദുവിന് ഈ ക്ഷേത്രഭൂമി തിരിച്ച് ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് പിറകിൽ. എന്തായാലും ഈ ഒരു വാർത്ത ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിന്റെ ഫോളോ അപ്പുമായി നിരവധി തെളിവുകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.